അപ്പം ഞങ്ങൾ ഇന്ന് ചാലിയ ഫെസ്റ്റ് കാണാൻ വേണ്ടി പോവാണ്. അപ്പം അടിപൊളിയാന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട്, എല്ലാത്തിനും ഹാഫ് മതി. അപ്പോൾ അത് സ്കൂളിൽ തന്നെ കൊണ്ടിട്ട് അവർ അതിന് ടിക്കറ്റ് ഒക്കെ കൊടുത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മക്കളൊക്കെ എന്തായാലും വന്നിട്ട് എല്ലാവരുടെ വീട്ടുകാരും പോയിട്ട് എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കുമല്ലോ. അപ്പം എല്ലാവരും അങ്ങനെ ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കുണ്ടായിരിക്കും ഇന്നത്തെ ദിവസം. പിന്നെ സൺഡേയും കൂടിയാണ്, അപ്പം നല്ല തിരക്കുണ്ടായിരിക്കും. അപ്പം എന്താണെങ്കിലും ജസ്റ്റ് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ പറയുക, സാധാരണ ചാലിയം ബീച്ചിൽ അങ്ങനത്തെ ഇതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബേപ്പൂരിലാണ് അധികം ഉണ്ടാവാറ്. ഇപ്പൊ പിന്നെ ചാലിയം ബീച്ച് നല്ല ഡെവലപ്പ് ആയിട്ടുണ്ട്, ഫുള്ള് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. എന്താ പറയുക, നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ അത് ഏകദേശം അതേക്കാളും അല്ലെങ്കിൽ അതേപോലെയൊക്കെ തന്നെ ആ ലെവലിലേക്ക് തന്നെ ചാലിയം ബീച്ച് ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം ഇപ്പൊ ഇങ്ങനെ ഫെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. എന്താണെങ്കിലും ഫെസ്റ്റ് നല്ല തിരക്കാണ്, ജസ്റ്റ് ഒന്ന് എന്തായാലും പോയി നോക്കണ്ട്. അങ്ങനെ ഞങ്ങളും എത്തി കേട്ടോ ചാലിയം ബീച്ചിൽ. അപ്പം എന്താണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം എൻട്രൻസിലേക്ക് കയറണമെങ്കിൽ തന്നെ കുറച്ച് നേരം വഴിയൊക്കെ നിന്നിട്ട് ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് ഉള്ളോട്ടേക്ക് കയറ്റി വിടുന്നത് കേട്ടോ. ഉള്ളോട്ടേക്ക് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി കുറച്ച് റോഡൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. ഈ സൺഡേ ആയതുകൊണ്ട് ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുന്നതിനെ കൊണ്ട് റോഡൊക്കെ ഒരുവിധം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എന്താണെങ്കിലും റോഡിന് ബ്ലോക്ക് കഴിഞ്ഞ് ഇവിടെ എത്തി. ഏകദേശം ഒരു 5 മണിയൊക്കെ സമയമാകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻട്രൻസ് ഫീസൊക്കെ എടുത്തിട്ട് ഉള്ളോട്ടേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ കുറേ സ്ഥലത്ത് കൂടി വേണം കേട്ടോ ഇങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ശ്രീകുട്ടനെ മോൻ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം പെട്ടെന്ന് അവന് സ്പീഡ് ബാക്കിയുള്ളതൊന്നും നോക്കാനും ഒന്നും ശ്രദ്ധിക്കാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്താന്നുള്ള ഒരു തിരക്കിലായിരുന്നു തോന്നുന്നു ആള്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് തന്നെ ആദ്യം തന്നെ കയറി വന്നത്. അങ്ങനെ കുട്ടികൾക്ക് കുട്ടികൾക്കുള്ളതാണ് കുറേ റൈഡൊക്കെ കേട്ടോ. ചെറിയ കുട്ടികൾക്ക് കയറാൻ പറ്റുന്ന കുറേ റൈഡ് ഉണ്ട് കണ്ടില്ലേ. ചെറിയ കുട്ടികൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന റൈഡുകൾ കുറേ ഉണ്ട്. എനിക്ക് തോന്നുന്നു വലിയ കുട്ടികൾക്ക് കയറാൻ പറ്റുന്നത് യന്ത്രൂഞ്ഞാലും തോണിയും പിന്നെ വേറൊരു സംഭവമുണ്ട്, അതാണ് തോന്നുന്നത് വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റിയതുള്ളൂ. കുറച്ച് വലിപ്പമുള്ള കുട്ടികൾ കയറാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. പക്ഷെ എന്താണെങ്കിലും ഭയങ്കര റേറ്റ് എടുക്കുന്നില്ല കേട്ടോ. ഭയങ്കര റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു 80 രൂപയാണ് ഓരോ എല്ലാത്തിനും, എന്തിൽ കയറുകയാണെങ്കിലും 80 രൂപയാണ് റേറ്റ്. പക്ഷെ അതിൽ എന്താ പറയുക, ഈ കുട്ടികൾക്കൊക്കെ മറ്റേ ഇത് ടിക്കറ്റ് ഉള്ളതിനെ കൊണ്ട് ഹാഫ് കൊടുത്താൽ മതി. സ്കൂളിൽ നിന്ന് കിട്ടിയതിനെ കൊണ്ട് ഒരു ഹാഫ് കൊടുത്താൽ മതി, എല്ലാത്തിനും 40 രൂപ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റൈഡ് കണ്ടപ്പോൾ മാത്രം എനിക്കൊന്ന് ജസ്റ്റ് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇതിൽ കയറിട്ടോ. ഇതിൽ കയറിയത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സ്പീഡായിരുന്നു, ഭയങ്കര സ്പീഡിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോസ് അപ്പോൾ തന്നെ എടുത്ത വീഡിയോസാണ് കണ്ടോ. അത്രയ്ക്കും സ്പീഡിലാണ് ഈ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് കയറിയപ്പോൾ എനിക്ക് പൈസ മുതലായ പോലെ തന്നെ ഫീൽ ചെയ്ത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്വതവേ ഞാൻ അങ്ങനത്തെ റൈഡുകളിലൊന്നും കയറാറില്ല, പക്ഷേ ഈ റൈഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ വേണമെങ്കിൽ ഒന്നും കൂടി കയറി നോക്കാമെന്ന് വരെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് തോന്നി. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഫോണൊക്കെ തെറിച്ച് പോകുമെന്ന് വരെ എനിക്ക് പേടിയുണ്ടായിരുന്നു, എടുക്കാനൊരു ഭയങ്കര പേടി. പിന്നീട് ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഈ റൈഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ പറയുക, ഈ യന്ത്രഊഞ്ഞാലിൽ തന്നെ ഒന്നും കൂടി ഇവനെ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട്. പിന്നെ 2ാം വട്ടം ഒന്നും കൂടി കയറണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ആയിട്ട് ഓൻ ഒന്നും കൂടി അതിന് വേണ്ടി തന്നെ ടിക്കറ്റ് എടുത്ത്. അപ്പം ആദ്യത്തെ വട്ടം ഞാൻ കയറിയിട്ടില്ലായിരുന്നു, 2ാമത്തെ വട്ടമായപ്പോൾ എനിക്കും ഒരു ഇൻട്രസ്റ്റ്, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ എന്താണെന്നല്ലേ. അപ്പം ഞാനും യന്ത്രഊഞ്ഞാലിൽ കയറാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിട്ടുണ്ട് ഇതിന് മുന്നേ. എന്താ പറയുക, ഇവൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട്, ഇവനൊരു ആഗ്രഹത്തിന് നിന്ന് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട്. അല്ലാണ്ട് കയറാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പക്ഷെ അന്ന് കയറിയിട്ട് ഫുള്ള് കണ്ണടച്ചിട്ടായിരുന്നത്. യന്ത്രഊഞ്ഞാൽ തിരിഞ്ഞ് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് മാത്രമേ ഞാൻ കണ്ണുടന്നിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ കണ്ണടയ്ക്കാനൊന്നും നിന്നിട്ടില്ല. ജസ്റ്റ് പിടിച്ച പിടി വിട്ടിട്ടേ ഇല്ല. എന്താ പറയുക, ഇത് കഴിയുന്നവരെ ഞാൻ അതേ ഒരു ലെവലിൽ തന്നെയാണ് ഇരുന്നത്. സംഭവം എനിക്ക് നല്ല പേടിയാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 5 മണിയാകുമ്പോഴായിരിക്കും ഒരു 5 മണിയാവുന്ന സമയത്താണ് ഞങ്ങൾ വന്നത്. ഇപ്പം ഏകദേശം 8 മണിയൊക്കെ 8:30 ആയി. അപ്പം അത്യാവശ്യം സമയമൊക്കെ കാണാൻ കുറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ കയറാനൊക്കെ. കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നത് യന്ത്രഊഞ്ഞാൽ പിന്നെ തോണി അങ്ങനത്തെ 2-3 ഐറ്റം ഉള്ളൂ അത്യാവശ്യം വലിയ ആൾക്കാർക്ക് കയറാൻ പറ്റുന്നതൊക്കെ. ബാക്കിയെല്ലാം കുഞ്ഞു കുട്ടിക്ക് കയറാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. പിന്നെ അല്ലാത്ത കുറച്ച് നമ്മൾ എന്താ പറയുക കളികളൊക്കെ ഉണ്ടല്ലോ, ബോൾ എറിയുക, അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റികൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും ഈ ബീച്ചിൻ്റെ അടുത്തായതുകൊണ്ട് ആ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരുന്നു. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ചെറിയൊരു മഴച്ചാറ്റൽ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്, പക്ഷെ വലിയ മഴയൊന്നും കൊണ്ടിട്ടില്ല. ഏകദേശം കാലാവസ്ഥ ബെറ്റർ ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലേശം ചാലിയത്തേക്കൊക്കെ പോയി ബീച്ചിലൊക്കെ പോയി കുറച്ച് സമയം ഇരുന്ന് ഞങ്ങൾ ഇപ്പം കൊണ്ട് കയറുന്നേ ഉള്ളൂ. നല്ല ലേറ്റായി, ഏകദേശം സമയം ഒരു 8:30 9 മണീൻ്റെ അടുത്തൊക്കെ ആവാനായി തുടങ്ങി. അപ്പം എന്താണെങ്കിലും ഇത് അടിപൊളിയായിരുന്നു. മോനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു, ആ എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാ റൈഡിലും അത്യാവശ്യം ആളുകളൊക്കെ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത്.